നമസ്കാരം. ഇന്ത്യയും പശ്ചിമേഷ്യൻ രാജ്യമായ ഒമാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ കടുത്ത സുരക്ഷാ പ്രതിസന്ധികളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒമാൻ സുൽത്താന്റെ സായുധ സേനയിലെ ഉദ്യോഗസ്ഥർക്കായി ഭാരതം പ്രത്യേക സൈനിക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ സായുധ സേനയുടെ 2 മൊബൈൽ ട്രെയിനിങ് ടീമുകളാണ് ഒമാൻ സൈന്യത്തിന് ഈ പ്രത്യേക പരിശീലനം നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ ഒന്നിച്ച് നേരിടുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ തന്ത്രപ്രധാനമായ നീക്കം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരായ ഉദ്യോഗസ്ഥർ അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ പരിശീലന സംഘം. ഒമാൻ റോയൽ ആർമി, റോയൽ നേവി, റോയൽ എയർഫോഴ്സ് എന്നിവയിൽ നിന്നുള്ള ഏകദേശം 110ഓളം ഉന്നത ഉദ്യോഗസ്ഥരും ഒമാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ഏജൻസികളിലെ പ്രതിനിധികളും ഈ പരിശീലന പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. യുദ്ധകാലാടിസ്ഥാനത്തുള്ള പ്രവർത്തന ഏകോപനം, സംയുക്ത ലോജിസ്റ്റിക്സ് സജ്ജീകരണങ്ങൾ എന്നിവയിലായിരുന്നു പ്രധാനമായും പരിശീലനം നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഈ സംയുക്ത സംരംഭം വലിയ തോതിൽ സഹായിച്ചതായി ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ഔദ്യോഗികമായി അറിയിച്ചു. ഒമാൻ സൈന്യത്തിന് ഭാരതം പരിശീലനം നൽകിയെന്ന വാർത്ത പുറത്തു വരുന്നത് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ നിർണായകമായ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും തമ്മിൽ മെയ് 18 ടെലിഫോൺ വഴി വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. നിലവിലുള്ള പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും അതുണ്ടാക്കുന്ന പ്രാദേശിക സുരക്ഷാ ഭീഷണികളും ചർച്ച ചെയ്ത നേതാക്കൾ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ധാരണയിലെത്തുകയും ചെയ്തു. ഈ ചർച്ചകൾ നടന്ന ദിവസങ്ങൾക്കകം തന്നെ സൈനിക പരിശീലനം പൂർത്തിയാക്കാൻ സാധിച്ചത് ഇരു രാജ്യങ്ങളും പ്രതിരോധ കാര്യങ്ങളിൽ പുലർത്തുന്ന അതീവ ജാഗ്രതയുടെ തെളിവാണ്. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ മാസം ആദ്യം ഒമാൻ തീരത്ത് വെച്ച് ഇന്ത്യൻ പതാക വഹിച്ച ഒരു വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഈ സംഭവത്തെ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. വാണിജ്യ കപ്പലുകളെയും സാധാരണക്കാരായ നാവികരെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. അന്ന് ആക്രമണത്തിനിരയായ കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ ഒമാൻ അധികൃതർ കൃത്യമായ സമയത്ത് ഇടപെട്ട് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിരുന്നു. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒമാൻ നൽകുന്ന പിന്തുണയ്ക്ക് അടിവരയിടുന്നതായിരുന്നു ഈ രക്ഷാപ്രവർത്തനം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളിൽ ഒന്നായിട്ടാണ് ഇന്ത്യ ഒമാനെ കണക്കാക്കുന്നത്. കടൽ മാർഗമുള്ള വ്യാപാര സുരക്ഷയും പ്രാദേശിക സമാധാനവും ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും തുല്യ താല്പര്യങ്ങളാണുള്ളത്. പുതിയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒമാൻ സൈന്യത്തിന് ഭാരതം നൽകിയ ഈ പ്രത്യേക പരിശീലനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തത്തിന് പുതിയൊരു കരുത്ത് പകർന്നിരിക്കുകയാണ്. ഭാവിയിലും സംയുക്ത സൈനിക അഭ്യാസങ്ങളും തന്ത്രപരമായ സഹകരണങ്ങളും വഴി ഈ സൗഹൃദം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതം ഒമാനുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഒമാന്റെ തൊട്ടടുത്ത അയൽരാജ്യവും പശ്ചിമേഷ്യയിലെ ശക്തമായ സൈനിക ശക്തിയുമായി ഇറാൻ ഈ നീക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ്. ഒമാന് ഇന്ത്യ നൽകുന്ന ഈ സൈനിക പിന്തുണ ഇറാനെ പ്രകോപിപ്പിക്കുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെയും ഒമാന്റെയും ഇറാന്റെയും പരസ്പരമുള്ള നയതന്ത്ര ചരിത്രവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒമാൻ പുലർത്തുന്ന വിദേശ നയം മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. സാധാരണയായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി കടുത്ത ഭിന്നത പുലർത്തുമ്പോൾ ഒമാൻ എപ്പോഴും ഇറാനോട് സൗഹൃദപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഒമാൻ അറിയപ്പെടുന്നത് പോലും. കാരണം ഏത് വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിലും കക്ഷി ചേരാതെ നിഷ്പക്ഷത പാലിക്കാനും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനും ഒമാൻ ശ്രദ്ധിക്കാറുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കും സൗദി ഇറാൻ ചർച്ചകൾക്കും പലപ്പോഴും വേദിയായതും ഒമാനായിരുന്നു. ഇറാനുമായി ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒമാൻ തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന സൈനിക നവീകരണങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്ന് വ്യക്തമായ ബോധമുള്ളവരാണ്. അതിനാൽ തന്നെ ഒമാൻ മറ്റൊരു രാജ്യവുമായി പ്രതിരോധ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് തങ്ങൾക്കെതിരെയുള്ള നീക്കമായി ഇറാൻ വിലയിരുത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്രത്തിനുമപ്പുറം നൂറ്റാണ്ടുകളുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടിത്തറയുള്ളതാണ്. പശ്ചിമേഷ്യയിലെ വലിയൊരു വിഭാഗം അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോഴും ഇറാൻ അതിനെ ഒരു ഭീഷണിയായി കണ്ടിട്ടില്ല. ഇന്ത്യ ഒമാനിൽ നടത്തുന്ന സൈനിക പരിശീലനങ്ങൾ
പ്രധാനമായും സമുദ്ര സുരക്ഷ, കടൽക്കൊള്ള തടയൽ, വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം എന്നിവ മുൻനിർത്തിയാണെന്ന് ഇറാന് നന്നായി അറിയാം. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിക്കുമ്പോഴും ഇന്ത്യ ഇറാന്റെ ചബഹാർ തുറമുഖ വികസനത്തിൽ പങ്കാളിയാവുകയും അവരുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായ ഇന്ത്യ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ ഇറാന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒമാൻ തീരത്തെയും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആഗോള എണ്ണക്കടത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ പാതയെ ഹോർമുസ് കടലിടുക്കിന്റെ ഈ ഒരു വശം ഒമാനും മറുപുറം ഇറാനുമാണ് നിയന്ത്രിക്കുന്നത്. ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഏത് അസ്ഥിരതയും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും. കടൽ മാർഗമുള്ള വ്യാപാരം തടസ്സമില്ലാതെ നടക്കേണ്ടത് ഇന്ത്യയുടെയും ഒമാന്റെയും മാത്രമല്ല, ഇറാന്റെയും സാമ്പത്തിക നിലനിൽപ്പിന് ആവശ്യമാണ്. അതിനാൽ ഒമാൻ തീരത്ത് കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാനും നാവിക സുരക്ഷ ശക്തമാക്കാനും ഇന്ത്യ ഒമാൻ സൈന്യത്തിന് നൽകുന്ന പരിശീലനം ഈ മേഖലയിലെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുന്നതിന് പകരം മേഖലയിലെ അരാജകത്വം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒമാന് ഇന്ത്യ നൽകുന്ന പ്രത്യേക സൈനിക പരിശീലനം ഇറാനെ യാതൊരു വിധത്തിലും പ്രകോപിപ്പിക്കാൻ സാധ്യതയില്ല. പശ്ചിമേഷ്യയിൽ ഇന്ത്യ പുലർത്തുന്ന സന്തുലിതമായ നയതന്ത്രത്തിൻ്റെ മികച്ച ഉദാഹരണമാണിത്. ഇസ്രയേൽ, സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ പ്രതിരോധ പങ്കാളിത്തം പുലർത്തുമ്പോഴും ഇറാന്റെ താൽപ്പര്യങ്ങളെ മുറിപ്പെടുത്താത്ത രീതിയിലാണ് ഇന്ത്യയുടെ വിദേശ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒമാന്റെ നിഷ്പക്ഷ നിലപാടും ഇന്ത്യയോടുള്ള ഇറാന്റെ വിശ്വസ്തതയും കാരണം ഈ സൈനിക പരിശീലനം ഒരു പ്രാദേശിക സുരക്ഷാ ക്രമീകരണമായി മാത്രമേ ഇരു രാജ്യങ്ങളും കാണുകയുള്ളൂ. പരസ്പര ബഹുമാനത്തിൽ ഊന്നിയിട്ടുള്ള ഈ നയതന്ത്രം പശ്ചിമേഷ്യയിൽ കൂടുതൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാൻ സായുധ സേനയ്ക്ക് ഭാരതം പ്രത്യേക സൈനിക പരിശീലനം നൽകിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ കൂട്ടുകെട്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ പ്രസക്തമാകുന്നുണ്ട്. പരമ്പരാഗതമായി ഗൾഫ് രാജ്യങ്ങളുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന പാകിസ്ഥാന് ഒമാനുമായി ഇന്ത്യ രൂപപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ ഈ അടുപ്പം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭൂമിശാസ്ത്രപരമായും സൈനികമായും ഈ സഹകരണം പാകിസ്ഥാന്റെ സ്വാധീനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത് ഒമാനിലെ ദുഃഖം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റമാണ്. ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ പാകിസ്ഥാൻ വികസിപ്പിച്ച ഗ്വാദർ തുറമുഖത്തിന് തൊട്ടടുത്താണ് ഒമാന്റെ ദുഃഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം ഉപയോഗിക്കുന്നതിനും അവിടെയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഒമാൻ ഇന്ത്യക്ക് സൈനികാനുമതി നൽകിയിട്ടുണ്ട്. ഗ്വാദർ തുറമുഖം വഴി അറബിക്കടലിൽ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന ഭീഷണിയെ പ്രതിരോധിക്കുവാൻ ദുഃഖം തുറമുഖത്തെ ഇന്ത്യൻ സാന്നിധ്യത്തിലൂടെ സാധിക്കും. അറബിക്കടലിലെ പാകിസ്ഥാന്റെയും ചൈനയുടെയും സംയുക്ത നീക്കങ്ങളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ തടയാനും ഇന്ത്യക്ക് ഒമാൻ നൽകുന്ന ഭൂമിശാസ്ത്രപരമായ പിന്തുണ വഴി സാധിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവിത്വത്തെ വലിയ തോതിൽ തളർത്തുന്ന ഒന്നാണ്. പതിറ്റാണ്ടുകളായി ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് സൈനികരെയും സുരക്ഷാ ജീവനക്കാരെയും അയച്ചിരുന്നതും അവർക്ക് പരിശീലനം നൽകിയിരുന്നതും പാകിസ്ഥാനായിരുന്നു. ഒമാന്റെ സൈന്യത്തിലും പോലീസ് സംവിധാനത്തിലും ഒരു വലിയ വിഭാഗം പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒമാൻ തങ്ങളുടെ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ മൊബൈൽ ട്രെയിനിങ് ടീമുകളെ ആശ്രയിക്കാൻ തുടങ്ങിയത് പാകിസ്ഥാൻ നയതന്ത്രപരമായി ഏറ്റ വലിയൊരു തിരിച്ചടിയാണ്. ഗൾഫ് മേഖലയിൽ തങ്ങൾക്കുണ്ടായിരുന്ന പ്രതിരോധ പങ്കാളി എന്ന പദവിയിലേക്ക് ഇന്ത്യ കടന്നു വരുന്നത് പാകിസ്ഥാന്റെ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ഇന്ത്യയുടെ സാങ്കേതികവും സൈനികവുമായ മികവ് ഒമാൻ തിരിച്ചറിയുന്നതോടെ പ്രതിരോധ കാര്യങ്ങളിൽ പാകിസ്ഥാനോടുള്ള ഒമാന്റെ ആശ്രയത്വം ഭാവിയിൽ ഇല്ലാതാകാൻ ഇത് കാരണമാകും. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഒമാൻ തങ്ങളുടെ സാമ്പത്തിക വികസനത്തിനും നിക്ഷേപങ്ങൾക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കുമായി ഇന്ത്യയാണ് ഇപ്പോൾ പ്രധാനമായും നോക്കിക്കാണുന്നത്. UPI പോലുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ ഒമാൻ അംഗീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി ഒമാന് യാതൊരു സംഭാവനയും നൽകാൻ കഴിയാത്ത പാകിസ്ഥാനേക്കാൾ എല്ലാ മേഖലകളിലും ഉതകുന്ന പങ്കാളിയായി ഇന്ത്യയെ ഒമാൻ പ്രതിഷ്ഠിക്കുന്നത് പാകിസ്ഥാനെ നയതന്ത്ര രംഗത്ത് കൂടുതൽ ഒറ്റപ്പെടുത്തും. അറബ് രാജ്യങ്ങൾക്കിടയിൽ കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ പിന്തുണ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഒമാനുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധം കാരണം ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത. ചുരുക്കത്തിൽ ഒമാനുമായുള്ള ഇന്ത്യയുടെ സഹകരണം പാകിസ്ഥാനെ സൈനികമായും നയതന്ത്രപരമായും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അറബിക്കടലിൽ പാകിസ്ഥാനെയും ചൈനയെയും ഒരേ സമയം നിരീക്ഷിക്കുവാൻ ഇന്ത്യക്ക് ഒമാൻ ഒരു ശക്തമായ താവളമൊരുക്കുന്നു. പാകിസ്ഥാനെ പൂർണ്ണമായി തകർക്കുക എന്നതിലുപരി അറബിക്കടലിലെ പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെയും ചൈനീസ് കടന്നുകയറ്റങ്ങളെയും കെട്ടുകെട്ടിക്കാൻ ഇന്ത്യയുടെ ഒമാൻ നയം വഴി സാധിക്കുന്നുണ്ട്. ഇത് ഗൾഫ് മേഖലയിലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സ്വാധീനത്തെ വലിയ അളവിൽ തളർത്തുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.